കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സിനിമ പറയുന്നത് ഇല്ലാ കഥകളെന്ന് പ്രചരിപ്പിക്കുന്നവർ കാണേണ്ട ജീവിതങ്ങളിൽ ഒന്നാണ് ദേശീയ ഷൂട്ടിംഗ് താരമായ താര ഷഹാദിയുടേത്. കേരള സ്റ്റോറി 2വിന്റെ അണിയറ പ്രവർത്തകർ ലവ് ജിഹാദ് ഇരകളായി ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ച 33 പെൺകുട്ടികളിൽ ഒരാൾ കൂടിയാണ് താര. ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ഇസ്ലാമിക ജിഹാദികളെക്കുറിച്ച് കേരളത്തിലും പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നിരന്തരം റിപ്പോർട്ടുകൾ വരാറുണ്ട്. അപ്പോഴെല്ലാം കേരളത്തിൽ ജിഹാദികളുടെ പാദസേവകരായ ഇടത് വലത് മുന്നണികൾ അതിനെ വെള്ളപൂശിക്കുകയാണ് പതിവ്. 2014 ജൂലൈ 7 റാക്കിബുൽ ഹസൻ എന്ന മുസ്ലിം ജിഹാദി രഞ്ജിത്ത് എന്ന വ്യാജപ്പേരിൽ ഹിന്ദു ആചാരപ്രകാരം താരയെ വിവാഹം കഴിക്കുന്നതോടെയാണ് ദുരിത ജീവിതം ആരംഭിക്കുന്നത്. വിവാഹത്തിന്റെ 2ാം ദിവസം മുതൽ മതം മാറ്റത്തിന് പ്രേരണ ആരംഭിക്കുമ്പോഴാണ് താര ഭർത്താവിന്റെ യഥാർത്ഥ പേര് പോലും തിരിച്ചറിയുന്നത്. ഇസ്ലാമിക വിധി പ്രകാരമുള്ള നിക്കാഹ് നടത്താൻ ദിവസങ്ങളോളം താരയെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു. സിന്ദൂരം തൊട്ടതിന് താരയുടെ കൈകൾ അടിച്ചൊടിച്ചു. റാക്കിബിന് പരിചയമുള്ള മുസ്ലിം ജഡ്ജിയുടെ വീട്ടിൽ വെച്ച് ബലമായി ബീഫ് തീറ്റിച്ചു. നായെ അഴിച്ചുവിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു. സിഗരറ്റ് കുറ്റികൊണ്ട് ദേഹത്ത് പൊള്ളിച്ചു. എന്തിനേറെ മതം മാറിയില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് താരയെ ബലാത്സംഗം ചെയ്യിക്കുമെന്ന് റാക്കിബിന്റെ ഉമ്മ പോലും ഭീഷണിപ്പെടുത്തിയിരുന്നു. लगता है ये केरला स्टोरी जैसी स्टोरी हमें आईज ओपनिंग होती है. उसमें वो चीजें कुछ शायद गंदी जो आप कहते हो लैंग्वेज में गंदी है, नॉनसेंस है, तो वही तो हो रहा है ना हमारे साथ. जिस चीज को आप देखना पसंद नहीं कर रहे हो वो आपकी सोसाइटी की लड़कियों के साथ हो रहा है, तो आप कैसे रोकोगे? താരയെ പോലെയുള്ള 33 ലവ് ജിഹാദികളെ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അണിനിരത്തിയിരുന്നു. അവർ വിവരിക്കുന്ന ക്രൂരമായ പീഡനങ്ങളും ലൈംഗിക അതിക്രമങ്ങളുമെല്ലാം കെട്ടുകഥകൾ മാത്രമെന്ന് പ്രചരിപ്പിക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് താല്പര്യം. സത്യങ്ങൾ മറച്ചുപിടിച്ച് നിങ്ങൾ നടത്തുന്ന പോരാട്ട നാടകങ്ങൾ തുടരുന്ന കാലത്തോളം കേരള സ്റ്റോറികളും തുടരും.